അവൻ പപ്പായോട് പറഞ്ഞു നിങ്ങളുടെ മകൻ ചായ വിൽക്കുന്നു എന്ന്. നാം പേപ്പർ വിതരണം ചെയ്യാൻ കഴിയില്ലായിരുന്നു, ഫ്ലേസ് വിതരണം ചെയ്യാനും കഴിയില്ലായിരുന്നു. എങ്ങനെ ചെയ്യാം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇടാറുണ്ട് അല്ലേ? ഏതെങ്കിലും ബിസിനസ് ചെയ്യാൻ ഔട്ട് ഓഫ് ബോക്സ് ഐഡിയകൾ ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ 22 വയസ്സുള്ള കുട്ടികൾ 3 ലക്ഷം രൂപയിൽ നിന്ന് ഈ ബിസിനസ് ആരംഭിച്ച് അതിൽ നിന്ന് 100 കോടി രൂപ വരെ എത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ആരും ഇത് ചെയ്യാൻ കഴിയും. യാരെ അപ്പോൾ ബ്രേക്ക് എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നിന്റെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? അത് ചായയാണോ അല്ലെങ്കിൽ ചായ സുട്ടയാണോ? നിന്റെ മനസ്സിൽ എത്രയെങ്കിലും ബസർ നടക്കുകയായാലും, ഗേൾ ഫ്രണ്ടുമായി വഴക്കായാലും, ഓഫീസിൽ നിന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നാലും, സുഹൃത്തുക്കളോടൊപ്പം എവിടെയെങ്കിലും പോകേണ്ടി വന്നാലും, അപ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ചായ സുട്ട. സുട്ടയെ ഒന്ന് വശത്തേക്ക് വയ്ക്കാം, കാരണം അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് ചായയെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചായ ഉപയോഗിച്ച് 100 കോടി രൂപയുടെ ബിസിനസ് നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്ക് എങ്ങനെ ചായ ഉപയോഗിച്ച് 100 കോടി രൂപയുടെ ബിസിനസ് നടത്താൻ കഴിഞ്ഞു എന്ന് എൻ്റെ യാത്രയിൽ ഞാൻ നിങ്ങളോട് പറയാം. ഹലോ, ഞാൻ അനുഭവ് ദുബെ, കോ-ഫൗണ്ടർ ചായ സുട്ട ബാർ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഈ ചായയുടെ പ്രണയത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും എങ്ങനെ 100 കോടി രൂപയ്ക്ക് മുകളിൽ ബിസിനസ് ആരംഭിച്ചു എന്ന്. അതുപോലും വെറും 4 മുതൽ 4.5 വർഷത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് തുടക്കം മുതൽ തുടങ്ങാം. ഞാൻ മധ്യപ്രദേശിലെ റീവ നഗരത്തിൽ നിന്നാണ്. അവിടെ മഹർഷി വിദ്യാ മന്ദിറിൽ പഠിച്ചിരുന്നു. അവിടെ എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെയും, പ്രത്യേകിച്ച് അച്ഛൻ്റെ സാഹചര്യങ്ങൾ കുറച്ച് അസ്ഥിരമായിരുന്നു. അവിടെ മഹർഷി വിദ്യയിൽ വെളുത്ത ഷർട്ടും മഞ്ഞ നിറത്തിലുള്ള പാൻറ്റും ധരിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ കളിച്ചിരുന്നതാണ്. ഒരിക്കൽ സ്ലൈഡിൽ കയറി ഇറങ്ങുക, ഒരിക്കൽ വട്ടം വരുന്ന ബൂളയിൽ കയറി ആസ്വദിക്കുക, ഇങ്ങനെ. അങ്ങനെ മുഴുവൻ ഷർട്ടും പാൻറ്റും ഒരേ സെറ്റിലെ വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കാൻ പൂർണ്ണമായും മുറിഞ്ഞു പോകും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയാൽ അമ്മ ആദ്യം വസ്ത്രങ്ങൾ മാറ്റിപ്പിടിപ്പിക്കും, പിന്നെ അത് കഴുകും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അത് ഉണക്കി ഞങ്ങൾ വീണ്ടും അതേ വസ്ത്രം ധരിക്കേണ്ടി വരും. പിന്നീട് 8ാം ക്ലാസ് വരെ പഠനം റീവയിലെ മഹർഷി വിദ്യാ മന്ദിറിൽ നിന്നായിരുന്നു. അതിനുശേഷം എനിക്ക് പഠനത്തിനായി ഇൻഡോറിലേക്ക് അയച്ചു. അവിടെ എനിക്ക് എൻ്റെ സുഹൃത്ത് ആനന്ദിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. അവിടെ ഞങ്ങൾ പലവിധ ബിസിനസ് തന്ത്രങ്ങൾ പരീക്ഷിക്കുമായിരുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും ജേബിൽ 100-200 രൂപയെങ്കിലും ഉണ്ടായിരുന്നു. അവരുടെ പോക്കറ്റ് മണി ഞങ്ങൾ എടുക്കും. പിന്നെ ഇൻഡോറിലെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ മാർക്കറ്റായ നോവൽറ്റി മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ മൊബൈൽ വാങ്ങും. മൊബൈലിനോടും വലിയ ആസ്വാദനം ഉണ്ടായിരുന്നു. ആ മൊബൈൽ വാങ്ങിയതിനു ശേഷം ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ അതുപയോഗിച്ച് നടക്കും. ഞങ്ങൾക്ക് പണം നൽകിയ എല്ലാവർക്കും ഞങ്ങൾ ആ മൊബൈൽ കൈമാറും. ഇനി നീ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു. 1 ദിവസം, 2 ദിവസം എന്നിങ്ങനെ എല്ലാവരും ഉപയോഗിക്കും. അവന്മാർ ഉപയോഗിച്ച ശേഷം ആ മൊബൈൽ ഞങ്ങൾ വീണ്ടും വിൽക്കും. പുറത്തു തന്നെ, അതേ നോവൽറ്റി മാർക്കറ്റിന് പുറത്തു തന്നെ വിൽക്കും. അങ്ങനെ ഞങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അവസരവും കിട്ടും. ആ മൊബൈൽ വിൽക്കുമ്പോൾ കുറച്ച് പണവും ഞങ്ങൾ സമ്പാദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നമ്മൾക്ക് ഫണ്ടിങ്ങും കിട്ടുന്നു, അതിൽ നിന്ന് ലാഭവും സമ്പാദിക്കാം. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യാൻ കഴിയുമല്ലോ. അതിനാൽ ഞാനും ആനന്ദും തുടക്കം മുതൽ തന്നെ ബിസിനസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതിനാൽ ഞാൻ ആരെയെങ്കിലും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും. അവൻ്റെ പെയിൻ പോയിന്റുകൾ എന്താണ്, അവൻ എന്താണ് ആവശ്യം, അവൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അവൻ്റെ കൗതുകം എന്താണ്, ഇതെല്ലാം അറിയാൻ ഞാൻ ശ്രമിക്കും. ആരോടും സംസാരിക്കാനോ ഏതെങ്കിലും ഉൽപ്പന്നം മാർക്കറ്റിൽ കൊണ്ടുവരാനോ നിങ്ങൾ ആദ്യം ആളുകളെ മനസ്സിലാക്കേണ്ടതും അവരുമായി വീണ്ടും ആശയവിനിമയം നടത്തേണ്ടതും അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നത് ഓരോ നേതാവിനും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. അത് നിങ്ങൾ എങ്ങനെ പഠിക്കാം? അതിനായി നിങ്ങൾക്ക് വലിയ IIM ഡിഗ്രികൾ വേണ്ടതല്ല. അത് നിങ്ങൾ എങ്ങനെ പഠിക്കാം എന്നത് ഈ ടോക്കിന്റെ അവസാനം നമ്മൾ സംസാരിക്കും. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരികെ പോവാം. ഇതിനുശേഷം ആനന്ദ് തന്റെ ജിജുവിനൊപ്പം ബിസിനസ് ആരംഭിച്ചു. എങ്കിൽ തന്നെ ഓരോ മിഡിൽ ക്ലാസ് കുടുംബത്തിനും ഉണ്ടാകുന്ന പ്രതീക്ഷ പോലെ എൻ്റെ വീട്ടുകാരും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ കുട്ടി വലിയ ഒരു ഓഫീസർ ആകണം, ചുവപ്പ് ലൈറ്റ് കാറിൽ വരണം എന്ന്. അതിനാൽ അവർ എന്നെ ഡൽഹിയിലേക്ക് യന്ത്രം തയ്യാറെടുപ്പിനായി അയച്ചു. അതിനാൽ ഞാൻ ഡൽഹിയിൽ താമസിച്ചു, ലളിതമയുടെ തയ്യാറെടുപ്പ് നടത്തി. അപ്പോൾ ഇടയിൽ ഒരു ദിവസം ആനന്ദ് എന്നെ വിളിച്ചു. ആനന്ദ് പറഞ്ഞു, ഞാൻ മുമ്പ് ചെയ്തിരുന്ന ബിസിനസ് അവസാനിക്കുകയാണ് എന്ന്. നമുക്ക് സ്കൂൾ കാലത്ത് ആലോചിച്ചിരുന്ന പഴയ പ്ലാൻ നടപ്പിലാക്കാം എന്ന് പറഞ്ഞു. വാ, നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാം, അതും ചായയുടെ ബിസിനസ്. അങ്ങനെ ഞാൻ വീട്ടുകാരോട് ഒന്നും പറയാതെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ഡൽഹിയിൽ എല്ലാം വെച്ച് 2-3 ജോഡി വസ്ത്രങ്ങൾ മാത്രം എടുത്ത് ഇൻഡോറിലേക്ക് എത്തി. അതുപോലെ തന്നെ പഴയ സ്റ്റൈൽ 20 രൂപയുടെ പെട്രോൾ നിറച്ച് ഞങ്ങൾ എവിടെയാണ് കട തുറക്കേണ്ടതെന്ന് സ്ഥലങ്ങൾ തിരയാൻ തുടങ്ങി. ചായയുടെ ബിസിനസ് തന്നെ ചെയ്യാനായിരുന്നു, പക്ഷേ എവിടെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെ ആകാം, അതിനായി ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങി, ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ തുടങ്ങി, സ്ഥലങ്ങൾ തിരയാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾക്ക് ഓർമ്മ വന്നു, ചായ സുട്ട എന്ന പേരിൽ തന്നെ വെക്കാമെന്ന്. അതിനാൽ ആദ്യം ഞങ്ങൾ ചായ സുട്ട ബാർ എന്ന പേരിൽ തന്നെ വെച്ചു. പേരിന് പിന്നിലെ ലോജിക് എന്താണെന്നാൽ ചായ സുട്ട എന്നത് ഏതൊരു യുവാവിന്റെ മനസ്സിലും വളരെ വേഗം ഇടം പിടിക്കും. ഇന്നത്തെ കാലത്ത് ആളുകളുടെ ശ്രദ്ധശക്തി അത്രയും കുറവാണ്. നിങ്ങൾ കാണും, ആളുകൾ റീലുകൾ വളരെ വേഗം സ്ക്രോൾ ചെയ്തു പോകുന്നു.
അതിനാൽ ഈ പേര് മനസ്സിൽ ഒട്ടിപ്പോകുന്നു, ചായസുട്ട ബാർ. അതിനാലാണ് ഞങ്ങൾ ഈ പേര് തിരഞ്ഞെടുത്തത്. ഒരു സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തു, ഭൻവർക്കുവായി. ഒരു ചെറിയ കടയായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതിനു മുമ്പ് അവിടെ സിമെന്റിന്റെ ഗോഡൌൺ ആയിരുന്നു. അതാണ് ഞങ്ങൾക്കിഷ്ടമായത്. എന്തുകൊണ്ട്? കാരണം അത് കോർണറിൽ ആയിരുന്നു. അത് മുന്നിൽ വളരെ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ പറഞ്ഞു ഈ കട ഞങ്ങൾ എടുക്കണം. അതിനാൽ ഞങ്ങൾ ആ കട തിരഞ്ഞെടുത്തു. ഞങ്ങൾ 3 ലക്ഷം രൂപ ചെലവാക്കി. 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും പണം അത്ര വേഗം തീരാൻ തുടങ്ങി. ഞങ്ങൾ ഭയപ്പെട്ടു. പറഞ്ഞു, സഹോദരാ, ഈ പണം മുഴുവൻ തീരും പോലെ കാണുന്നു. ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്നായിരുന്നു. ബോർഡും ഇല്ലായിരുന്നു. പക്ഷേ പപ്പയോട് പറഞ്ഞിരുന്നില്ല. പഠനം ഉപേക്ഷിച്ച് പപ്പ ഇത്രയും പഠിപ്പിച്ചു. 8 ക്ലാസ്സിന് ശേഷം പുറത്തേക്ക് അയച്ചു. അതിനുശേഷം ഞാൻ CA തയ്യാറെടുപ്പ് നടത്തി. IIM CET തയ്യാറെടുപ്പ് നടത്തി. UPSC തയ്യാറെടുപ്പും ചെയ്തു. അവയും ഉപേക്ഷിച്ചു. അതിനാൽ ഉപേക്ഷിച്ച് പിന്നീട് ചായ വിൽക്കാൻ പറഞ്ഞില്ലാതെ ഏതെങ്കിലും നഗരത്തിൽ വിട്ടു പോകാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ കയറി തുടങ്ങിയതുകൊണ്ട് അത് ചെയ്യേണ്ടതായിരുന്നു. ഇത് ഒരു അന്തിമത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പണം തീരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത്രയധികം ജോലികൾ ഉണ്ട്. ഓരോ ജോലിക്കും ഒരു ലേബർ വേണം. അവൻ ഏകദേശം 600 രൂപ ഒരു ദിവസത്തെ വേതനം ഈടാക്കും. അതിനാൽ ആ 600 രൂപ സംരക്ഷിക്കാൻ ഞങ്ങൾ തന്നെ അത് വെള്ളപൂശി വൈറ്റ് വാഷ് ചെയ്തു. ഒരു CD ഉണ്ടായിരുന്നു, അകത്ത് ഒരു സ്റ്റെപ്പ്. ആ CD ഞങ്ങൾ നീക്കേണ്ടിയിരുന്നു. അതിനാൽ ഞങ്ങൾ അത് പൊളിച്ചു. അത് കിട്ടിയാൽ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. അത് വളരെ ബുദ്ധിമുട്ടോടെ മാത്രമേ പൊട്ടുകയുള്ളൂ. പക്ഷേ അത് എങ്ങനെ പൊട്ടിച്ചു എന്നത് ഞങ്ങൾക്കറിയാം. അങ്ങനെ എല്ലാ ജോലികളും ഞങ്ങൾ തന്നെ ചെയ്തു. എവിടെയും പിന്നോട്ട് പോയിട്ടില്ല. ആദ്യ ദിവസം, ഞങ്ങളുടെ ബിസിനസ് തുടങ്ങുന്ന ആദ്യ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് എല്ലാവർക്കും സൗജന്യമായി ചായ വിതരണം ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് മാർക്കറ്റിംഗിനായി പണം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയുമില്ലായിരുന്നു. പക്ഷേ അതേ കാര്യമാണ്, ഞങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അതിനാൽ ഞങ്ങൾ തീരുമാനിച്ചത് ഇനി ഇതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന്. പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ബാല്യത്തിൽ മുതൽ ഹോസ്റ്റലിലായിരുന്നു. 8 വയസ്സിൽ ഹോസ്റ്റലിൽ പോയി. അതിനാൽ എനിക്ക് വളരെ കൂടുതൽ സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളിൽ ഞാൻ വളരെ സമ്പന്നനാണ്. അങ്ങനെ വളരെ സുഹൃത്തുക്കൾ ഉണ്ടായി. അതിനാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഈ പ്രത്യേക കാര്യത്തെ എങ്ങനെ നടപ്പിലാക്കണം എന്ന്. ആദ്യമായി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ, ഞങ്ങളുടെ ഷോപ്പ് ഫൈനൽ ചെയ്തത്. ആ ഷോപ്പ് ഞങ്ങൾ ആ പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ അടുത്താണ് ഫൈനൽ ചെയ്തത്. അതിന്റെ കാരണം ഇതായിരുന്നു. ആ പെൺകുട്ടികളുടെ ക്രൗഡ് നിങ്ങൾ ആകർഷിച്ചാൽ, ബോസ്, നിങ്ങളുടെ ജോലി കഴിഞ്ഞു. കാരണം ആൺകുട്ടികൾ സ്വയം വരും. നിങ്ങളുടെ ക്രൗഡ് രൂപപ്പെടാൻ തുടങ്ങും. അതിനാൽ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ പെൺകുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം ഒരുക്കി. കാരണം ബാറിന്റെ പേര് ചായസുട്ട ബാർ ആയിരുന്നു. അതിനാൽ ഞങ്ങൾ ബാറിന് മികച്ച ടേബിൾ ഒരുക്കി, നല്ലൊരു മ്യൂസിക് സിസ്റ്റം വെച്ചു. ഇന്റീരിയർ ഞങ്ങൾക്കാവുന്നത്ര ഞങ്ങളുടെ രീതിയിൽ ഒരുക്കി. ആദ്യ ദിവസം ഞങ്ങൾ സൗജന്യമായി ആളുകളെ നിർത്തി പറഞ്ഞ്, സഹോദരാ, ചായ വേണോ എന്ന് ചോദിച്ചു. ആളുകൾ എടുക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു സൗജന്യമായി ചായയാണ്. എങ്കിലും ആളുകൾ എടുക്കുന്നില്ലായിരുന്നു. അവരൊക്കെ പറഞ്ഞു, അറിയില്ല എന്താണിത്, യുവാക്കൾ ആണ്, എന്താണ് വിൽക്കുന്നത്, എന്താണ് കുടിപ്പിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല. അതിനാൽ ആളുകൾ എടുക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞു, എന്ത് ചെയ്യണം, ഇവർ ചായ എടുക്കുന്നില്ലല്ലോ. മാർക്കറ്റിംഗ് ചെയ്യാൻ പണം ഇല്ല. ഫ്ലെയർ, ഞങ്ങൾ പേപ്പർ വിതരണം ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഫ്ലെയറുകളും വിതരണം ചെയ്യാൻ കഴിയില്ലായിരുന്നു. എങ്ങനെ ചെയ്യാം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി കുറച്ച് തന്ത്രം പരീക്ഷിക്കാം. സുഹൃത്തുക്കൾ ഏത് ദിവസം ഉപകാരപ്പെടും? അപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, ബ്രോ വാ, കടയിൽ ചായ കൊടുക്കാം. ചായയും നാസ്തയും ഞങ്ങളുടെ കയ്യിൽ നിന്നാണ്. മറ്റുള്ളത് പെൺകുട്ടികളുടെ ഹോസ്റ്റൽ അടുത്താണ്. അങ്ങനെ എല്ലാവരും ആൺകുട്ടികൾ വന്നു. ആൺകുട്ടികൾ വന്നതോടെ എല്ലാം അങ്ങനെ ഒരു ഡമ്മി തിരക്ക് ഉണ്ടാകാൻ തുടങ്ങി. ജനങ്ങൾ തിരക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നി, ഇതെന്താണ് വിൽക്കുന്നത്, ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടാകുന്നത്? ഇന്നലെ മാത്രമേ തുറന്നിട്ടുള്ളൂ, ഇത്രയും തിരക്കാണ്. ജനങ്ങൾക്ക് തോന്നി ഏതെങ്കിലും ബ്രാൻഡ് വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ആ ഡമ്മി തിരക്കിൽ നിന്ന് ആകർഷിതരായി എല്ലാവരും വരാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നത്തിന് നല്ല എക്സ്പോഷർ കിട്ടി. പിന്നെ ആൺകുട്ടികൾ വരാൻ തുടങ്ങി. പിന്നീട് ആൺകുട്ടികൾ വരാൻ തുടങ്ങി. വീണ്ടും വരാൻ തുടങ്ങി. അങ്ങനെ ആ യാത്ര ഒരു കാരവാനായി മാറി വളരാൻ തുടങ്ങി. ജനങ്ങൾക്ക് ഈ പേര് പോലും വളരെ ആകർഷകമായി തോന്നി. പിന്നീട് നാം പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉപയോഗിച്ചു. ഞാനും അനന്തും എവിടെയെങ്കിലും തിരക്കുള്ളിടങ്ങളിൽ പോകുമ്പോഴും, ട്രാഫിക്കിൽ നിൽക്കുമ്പോഴും, ഏതെങ്കിലും മാളിൽ നിൽക്കുമ്പോഴും, വരിയിൽ നിൽക്കുമ്പോഴും തമ്മിൽ തന്നെ സംസാരിക്കുമായിരുന്നു. എന്താ സുനി, ചായസുട്ട ബാർ വലിയ ഹിറ്റാണ്, കേൾക്കുന്നു. പുതിയതായി തുറന്നത് ആ ഭവൻകുവായിലാണ്. വീണ്ടും. ഇതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ ആ പേര് പതിയുന്നു. പിന്നെ വീണ്ടും കേൾക്കണം. ഇതുപോലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. കാരണം പണം ഇല്ലായിരുന്നു. അതിനാൽ ഇങ്ങനെയൊരു ജുഗാഡ് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊരു ജുഗാഡാണ് ഞങ്ങൾ ബിസിനസ് തുടങ്ങാൻ ഉപയോഗിച്ചത്. നമ്മുടെ ബിസിനസ് വളരെ നന്നായി നടക്കാൻ തുടങ്ങി. വലിയ തിരക്കുമുണ്ടായി. പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടാകുമായിരുന്നു. ഉദാഹരണത്തിന് ഹാർഡ്വെയർ, ടേബിൾ നിർമ്മിക്കാൻ വേണ്ട സാധനങ്ങൾ, അല്ലെങ്കിൽ ചെറിയ മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി നമ്മുടെ കയ്യിൽ പണം കുറവാണ്. ഞങ്ങൾ അന്നത്തെ ആ സുഹൃത്തുക്കളെ സമീപിച്ചു. അതിൽ നിന്ന് ഞങ്ങൾ 100 രൂപ വീതം വാങ്ങി മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു. ചില സുഹൃത്തുക്കൾക്ക് ഹാർഡ്വെയർ കടയുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഞങ്ങൾ കടം വാങ്ങി ഈ ജോലി തുടർന്നു. ഇതാണ് നെറ്റ്വർക്കിംഗിന്റെ ശക്തി.
നിങ്ങൾ അറിയാതെ തന്നെ ഉണ്ടാക്കുന്ന ഈ സൗഹൃദങ്ങൾ അവരുമായി നിങ്ങൾക്ക് അത്രയധികം സ്നേഹവും ബന്ധവും ഉണ്ടാകുന്നു. അപ്പോൾ അവരിൽ നിന്ന് എപ്പോഴാണ് സഹായം ലഭിക്കേണ്ടി വരുന്നത്, എപ്പോഴാണ് അവർ ഉപകാരപ്പെടുന്നത് എന്ന് അറിയില്ല. ബിസിനസ്സിൽ ഇതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ അതിനെ വ്യവഹാരം എന്നാണ് പറയുന്നത്. അതിനാൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ആളുകളുമായി, ഞങ്ങളുടെ സുഹൃത്തുക്കളുമായി, ഡിഗ്രി സുഹൃത്തുക്കളുമായി വളരെ ശക്തമായിരുന്നു. പക്ഷേ അതിനിടയിൽ ഞങ്ങളുടെ കട വളരെ നന്നായി നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ തിരക്ക് ദിവസേന വർദ്ധിച്ചു. അത്രയധികം വർദ്ധിച്ചു എന്നതുകൊണ്ട് മാൻപവർ കുറവ് അനുഭവപ്പെടാൻ തുടങ്ങി. അത്രയും തിരക്ക് ആയതിനാൽ ഞങ്ങൾക്ക് തന്നെ ആളുകളെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായി. ആരെ സർവ് ചെയ്യണം, ആർക്ക് ഏത് ഫ്ലേവറിലുള്ള ചായ നൽകണം, പുറത്തുള്ള തിരക്കിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നതൊക്കെയാ. പുറത്തുള്ള തിരക്ക് മാനേജ് ചെയ്യാൻ 5 പേർ വേണ്ടി വന്നു. റോഡിൽ നിന്നുള്ള ആളുകളെ സൈഡിലേക്ക് മാറ്റാൻ വേണ്ടിയായിരുന്നു അത്. എനിക്ക് ഓർമ്മയുണ്ട്, ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ അനന്ത് പറഞ്ഞിരുന്നു, നമുക്ക് ഏതെങ്കിലും നല്ല ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി എടുക്കാമെന്ന്, മക്ഡൊണാൾഡ്സിന്റെ ഫ്രാഞ്ചൈസി എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിന് മറ്റൊരാളുടെ ഫ്രാഞ്ചൈസി എടുക്കണം? നമുക്ക് തന്നെ ഫ്രാഞ്ചൈസി ഉണ്ടാക്കാം, അതിനെ വിജയിപ്പിക്കാം. ഇന്ത്യയിലെ ഒരു പുതിയ ഫ്രാഞ്ചൈസി ഉണ്ടാക്കാം, അതേ തന്നെ വിൽക്കും. അവിടെ ഇത്രയും തിരക്ക് വരാൻ തുടങ്ങിയപ്പോൾ ആളുകൾ തന്നെ വരാൻ തുടങ്ങി. ഇനി ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ ജോലി കിട്ടുന്നില്ല, എവിടെയെങ്കിലും ജോലിക്ക് ഇടം നോക്കൂ എന്ന്. ശരി, നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ ഷോപ്പ് തുറക്കിച്ചു. അവരോട് പറഞ്ഞു, പോവാം, ഒരു പുതിയ സ്ഥലത്ത് നിങ്ങളുടെ ഷോപ്പ് തുറക്കാമെന്ന്. അവരുടെ പുതിയ സ്ഥലത്ത് ഒരു ഷോപ്പ് തുറക്കിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, നാം വിവാഹ ഫ്രാഞ്ചൈസിയും വിൽക്കാമെന്ന്. ആദ്യ ഫ്രാഞ്ചൈസി വിൽക്കപ്പെട്ടു, പിന്നെ രണ്ടാമത്തേത്, പിന്നെ മൂന്നാമത്തേത്. ഞങ്ങളുടെ അടുത്ത ഓഫറുകൾ വരാൻ തുടങ്ങി. 4ാമത്തെ ഫ്രാഞ്ചൈസി ഞങ്ങളുടെ മുംബൈയിലായിരുന്നു. അർത്ഥം, ഇൻഡോറിൽ നിന്നും ഇനി മുംബൈയിലേക്കും അവിടെ നിന്ന് മുംബൈയിലേക്കും ഞങ്ങളുടെ യാത്ര വെറും 6 മാസത്തിനുള്ളിൽ പൂർത്തിയായി. ഇപ്പോൾ വരെ എല്ലാം ശരിയായി പോവുകയായിരുന്നു. സീൻ പൂർണ്ണമായും സെറ്റ് ആയിരുന്നു. 6 മാസം ആയി ബിസിനസ് നടത്തുന്നത്. നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. ജോലി ചെയ്യുന്നതിൽ സന്തോഷമുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവർക്കും തോന്നിയിരുന്നത് ഞങ്ങളുടെ മകൻ ടെൻഡോയ്ക്ക് തയ്യാറെടുക്കുകയാണ് എന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ ബിസിനസ്സിൽ മുഴുകിയിരുന്നതായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ആവേശത്തിൽ നേരെ ഫേസ്ബുക്ക് ലൈവിൽ എത്തി. പുതിയതായി ഫേസ്ബുക്ക് ലൈവ് വന്നിരുന്ന സമയമായിരുന്നു. അങ്ങനെ ഫേസ്ബുക്ക് ലൈവിൽ എത്തിയപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നു, ഇതാണ് ചായസുട്ട ബാർ എന്ന്. അങ്ങനെ ഞങ്ങളുടെ ഒരു ശകുനി മാമാനെ പോലുള്ള ബന്ധു അവൻ കണ്ടു. പിന്നെ അപ്പച്ചനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ചായ വിൽക്കുകയാണ് എന്ന്. അവന്റെ ശൈലി അങ്ങനെയായിരുന്നു. അപ്പച്ചൻ ഞെട്ടി. ഇത്രയും പഠിപ്പിച്ച മകൻ അവിടെ പോയി ചായ വിൽക്കുകയാണോ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അപ്പച്ചൻ കാറെടുത്ത്. അതേ ദിവസം തന്നെ കാറെടുത്ത്. അടുത്ത ദിവസം രാവിലെ തന്നെ എത്തി. ശരി, ഞങ്ങൾക്ക് വിവരം കിട്ടി. ഇപ്പോൾ 6 മാസമായി ഞാൻ അവിടെയുള്ളത് ഉപേക്ഷിച്ച്, എനിമയുടെ ചോദ്യങ്ങൾ ഉപേക്ഷിച്ച് ഇവിടെ എത്തിയിരുന്നു. വാടക എത്രയോ അധികമായി വന്നിരുന്നു. വാടകയ്ക്കായി ഞങ്ങൾ എല്ലാവരും ഒരു നീണ്ട വരിയിൽ നിന്നിരുന്നു. എത്രയോ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു, അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിഭജിക്കാം. അതിനാൽ എല്ലാ സുഹൃത്തുക്കളെയും കൂടെ നിർത്തണം. അങ്ങനെ ഞങ്ങൾ വരിയിൽ നിന്നിരുന്നു. ബുക്കിൽ എടുത്ത് അച്ഛൻ വരുന്നു. അച്ഛനെ നോക്കൂ. ശരി തന്നെയാണ്. അത് ശരിയാണോ എന്നർത്ഥം അല്ല, നോക്കി ഒക്കെയാണ് എന്ന് പറഞ്ഞു. എല്ലാ കടകളും സന്ദർശിച്ചു, ഒന്നും പറയാതെ പോയി. പിന്നീട് ഈ യാത്ര തുടർന്നു. ദിവസേന ന്യൂസ് പേപ്പറുകളിലും വാർത്തകളിലും വരാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ എൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് അച്ഛനും കുറച്ച് സന്തോഷം അനുഭവിച്ചത്. അപ്പോൾ മാത്രമാണ് അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയത്, ജോലി പൂർത്തിയായി എന്ന്. അതിനാൽ ഇത് 4.5 വർഷം മുമ്പാണ് തുടങ്ങിയതും ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 100 ഔട്ട്ലെറ്റുകളുണ്ട്. ഇന്ത്യയിൽ, ദുബായിൽ, മസ്കറ്റിൽ, ഒമാനിൽ, നേപ്പാളിൽ, ഇപ്പോൾ ഞങ്ങൾ കാനഡയിലും തുറക്കുകയാണ്, യുഎസിലും തുറക്കുകയാണ്. 3 ലക്ഷം കുൽഹടുകൾ ഞങ്ങൾ ഒരു ദിവസത്തിൽ വിറ്റേക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണക്കായിരിക്കാം ഞങ്ങൾ കുൽഹടിൽ ചായ വിൽക്കുന്നത്. പുറത്തും എല്ലാവരും കുൽഹടിൽ ചായ കുടിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യവും അതാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഓരോ നഗരത്തിലും അല്ലെങ്കിൽ കുറഞ്ഞത് ഓരോ രാജ്യത്തിലും ഞങ്ങൾ ഉണ്ടാകണം. ലോകം ചായ കുടിക്കുമ്പോൾ നമ്മുടെ ദേശത്തിന്റെ മണ്ണ് സ്പർശിക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ തുടക്കം കുറിച്ചത് 3.5 ലക്ഷത്തിൽ നിന്നാണ്. ഇന്ന് 100 കോടി രൂപയുടെ ഗ്രാഫ് ഞങ്ങൾ തൊട്ടുകഴിഞ്ഞു. ഈ 4 വർഷം എങ്ങനെ കഴിഞ്ഞു എന്നതും അറിയാതെ പോയി. വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിച്ചു. പലതും ഞങ്ങൾ പഠിച്ചു. എന്നാൽ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നു, രാമാനന്ദ്ജിക്ക് ഫോൺ വന്ന ദിവസം ഞാൻ അത്ര ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഇത്ര വലിയ കാര്യം ചെയ്യാൻ, പഠനം ഉപേക്ഷിക്കാൻ, ജനത്മയുടെ തയ്യാറെടുപ്പ് ഉപേക്ഷിക്കാൻ, പഠനം ഉപേക്ഷിക്കാൻ. പഠനം എന്നത് ഇവിടെ നമ്മൾ എല്ലാം പഠനം ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇന്ന് ഈ അനുഭവങ്ങൾ ഉണ്ടായിരുന്നേനെ എന്ന് സംശയമാണ്. ഈ ചായ സൂട്ടയും ഉണ്ടായിരുന്നേനെ എന്ന് സംശയമാണ്. ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിച്ചിരുന്നേനെ എന്ന് ഇല്ല. നിങ്ങൾ എന്നെ കേട്ടിരുന്നേനെ എന്ന് ഇല്ല. അതിനാൽ ധൈര്യം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഇതാണ് നിങ്ങൾ ഓടേണ്ട പ്രായം. നിങ്ങൾ ഓടൂ. നിങ്ങൾക്ക് വീഴാൻ സാധ്യതയുണ്ട്. അയ്യോ, 2-4 അസ്ഥികൾ പൊട്ടും, കൂട്ടിച്ചേർക്കാം. ഈ പ്രായത്തിൽ അസ്ഥികൾ കൂട്ടിച്ചേർക്കാം. നിങ്ങൾ 40 ശേഷം ഓടിയാൽ, 50 ശേഷം ഓടിയാൽ അസ്ഥികൾ കൂട്ടിച്ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. ഓടൂ. അങ്ങനെ ഓടൂ. വലിയ വലിയ ചാടുകൾ എടുക്കൂ. വീൽ അസ്ഥി സൂക്ഷിച്ച് നടക്കൂ. കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കൂ.
റിസ്ക് എടുക്കൂ, പക്ഷേ കണക്ക് കൂട്ടിയതായിരിക്കണം. വീൽ അസ്ഥി പൊട്ടരുത്, ബാക്കി ഏതെങ്കിലും അസ്ഥി പൊട്ടിയാലും കൂട്ടിച്ചേർക്കാം. റിസ്ക് എടുക്കൂ, പ്രവർത്തനം ചെയ്യൂ, ഇപ്പോൾ തന്നെ ചെയ്യൂ. ഏതെങ്കിലും ബിസിനസ് ചെയ്യാൻ ഔട്ട് ഓഫ് ദി ബോക്സ് ഐഡിയകൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് കുടി കുഴിച്ച് ഐഡിയ കണ്ടെത്തേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ മുന്നിൽ തന്നെ വീണ് കിട്ടും. നിങ്ങൾ ആളുകളുമായി സംസാരിക്കണം, അവരിൽ നിന്ന് മനസ്സിലാക്കണം, അവരുടെ പെയിൻ പോയിന്റുകൾ മനസ്സിലാക്കണം. അതിനായി നിങ്ങൾക്ക് വളരെ ശക്തമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നത് ഒരു ഭാഷയെ പറ്റിയുള്ളത് മാത്രമല്ല, അതായത് നിങ്ങൾ അതിൽ വേഗത്തിൽ സംസാരിക്കണം എന്നതല്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നത് പഠിക്കാവുന്ന ഒരു കഴിവാണ്, നിങ്ങൾക്ക് അത് പഠിക്കാം. അതിനാൽ ഇന്നു തന്നെ ജോഷ് സ്കിൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, വിജയകരമായ കരിയറിലേക്കുള്ള ആദ്യ നിക്ഷേപം നടത്തൂ. എനിക്ക് അറിയാം, നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഈ സംശയം ഉണ്ടാകാറുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാനും വലിയൊരു ബിസിനസ് ഉയർത്തി നിർത്താനും ഫണ്ടിംഗ് ആവശ്യമാണോ, പണത്തിന്റെ ആവശ്യമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ബിസിനസ് സ്കൂളുകളിലോ ഐഡികളിലോ പഠിച്ചവരുടെ ആവശ്യമാണോ എന്നതാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല യാരെ. ഞാൻ തന്നെ സിയുടെ തയ്യാറെടുപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനും IIMക്കായി തയ്യാറെടുപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞങ്ങൾ IIM എന്നിവിടങ്ങളിൽ നിന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ 2 CA ടീമുകൾ ഉണ്ട്, അവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഒരു അക്കൗണ്ട്സ് വിഭാഗം മുഴുവൻ വേറെയായി ഉണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ഒരു കൂറ്റൻ നിരീക്ഷകനാകാനും ആളുകളെ വായിക്കാനുമാണ്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഭൂതല യാഥാർത്ഥ്യത്തിന്റെ ഒരു വിദ്യാർത്ഥിയാകുക എന്നതാണ്. നിങ്ങൾ ഭൂമിയെ വായിക്കണം. നിങ്ങൾ ആളുകളെ മനസ്സിലാക്കണം. ഞാൻ പറയുന്നില്ല പുസ്തകങ്ങൾ എവിടെയും മോശമാണെന്ന്. വളരെ ലഭിക്കും. വായിക്കണം, പക്ഷേ നിങ്ങൾ നോക്കിയാലോ. ഒരു കൂറ്റൻ നിരീക്ഷകനാകൂ. ആളുകളെ മനസ്സിലാക്കൂ. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയൂ. മനസ്സിലാക്കിയ ശേഷം നടപ്പിലാക്കൂ. അപ്പോൾ ആരും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. എന്നോട് എൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റിയുടെ വിദ്യാർത്ഥിയാണ്. നാം ഗ്രൗണ്ട് റിയാലിറ്റിയുടെ വിദ്യാർത്ഥികളാണ്. നാം വളരെ പഠിച്ചു. നാം 20 കുറയ്ക്കുക 20 രൂപയുടെ പെട്രോൾ കൊണ്ട് വളരെയധികം സഞ്ചരിച്ചു. നാം വളരെ നന്നായി അറിയുന്നു ഈ ആളുകൾ എങ്ങനെ, ആളുകൾക്ക് എന്താണ് ഇഷ്ടം, അവർ എവിടേക്ക് പോകുന്നു, എങ്ങനെ കാണുന്നു, ആരെയാണ് കാണുന്നത്, എവിടെയാണ് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത്, എവിടേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു, എപ്പോൾ ഇരിക്കുന്നു, എപ്പോൾ എഴുന്നേൽക്കുന്നു എന്നിങ്ങനെ. ഇത് നാം പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, അതില്ലാതെ തന്നെ നാം ബിസിനസ് ആരംഭിച്ചു. ഇന്ന് ഞാൻ തയ്യാറെടുപ്പ് ചെയ്തിരുന്ന ആളുകളെയാണ് നാം റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 20-22 വയസ്സുള്ള ചെറുപ്പക്കാർ 3 ലക്ഷം രൂപയിൽ നിന്ന് ആരംഭിച്ച് 3 ലക്ഷം മുതൽ 100 കോടി രൂപ വരെ ബിസിനസ് നടത്താൻ കഴിയുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ആരും ഇത് ചെയ്യാൻ കഴിയും യാരെയാ. ഇത് വലിയ കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസം വേണം. തീരുമാനങ്ങൾ എടുക്കാനും ജോലി ചെയ്യാനും ധൈര്യം വേണം. പ്രശ്നങ്ങൾ വരില്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങൾ എല്ലായിടത്തും വരും യാരെയാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെ സമരപൂർണമായതാണ്. സമരം വിജയകഥയാക്കണമെങ്കിൽ നിങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കരച്ചിൽ ആരും കേൾക്കില്ല. നിങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരും. ആ സമരം വിജയത്തിലേക്ക് മാറ്റുമ്പോഴാണ് വിജയകഥ ഉണ്ടാകുന്നത്. അതിനാൽ അതിൽ ശ്രദ്ധയിടൂ, കഠിനമായി പരിശ്രമിക്കൂ, ജോലി ചെയ്യൂ, സമർപ്പണം കാണിക്കൂ. വിപണിയിൽ എക്സ്ക്യൂസുകൾക്ക് വിലയില്ല. യാതൊരു എക്സ്ക്യൂസും നടക്കില്ല. എന്ത് പ്രശ്നമാണ് വരുന്നത്, ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, ഒന്നും പ്രാധാന്യമില്ല. പ്രധാനപ്പെട്ടത് നിങ്ങളുടെ അന്തിമഫലമാണ്. നിങ്ങളുടെ അവസാന ലക്ഷ്യത്തെ നിങ്ങൾ കടന്നു പോകുന്നു, വിജയിക്കുന്നു എന്നത് ചിലരുടെയെങ്കിലും കാഴ്ചപ്പാടിൽ, നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടിൽ മാത്രമേ നിങ്ങൾ വിജയിയായി കണക്കാക്കപ്പെടൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സംരംഭകനാകാൻ അല്ലെങ്കിൽ വലിയ ബിസിനസ് ആരംഭിക്കാൻ ഒരു റോഡ് മാപ്പ് ലഭിച്ചുവെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. വലിയ ബിസിനസ് ആരംഭിക്കാൻ നമ്മളൊക്കെയും ഒരു പ്രത്യേക കഴിവ് ഉണ്ടാകണം എന്നത് വളരെ പ്രധാനമാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു സംരംഭകനു വേണ്ടി ട്രംപ് കാർഡ് പോലെയാണ്. ഇന്നത്തെ ഹൈപ്പർ കണക്റ്റഡ് കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള ഗ്ലോബൽ സ്കിൽ ഉണ്ടാകുന്നത് അത്യന്തം പ്രധാനമാണ്. ഈ ഗ്ലോബൽ സ്കിൽ പഠിക്കാനും നിങ്ങളുടെ വലിയ ബിസിനസ് ആരംഭിക്കാനും ജോഷ് ടോക്സിന് നമ്മളൊക്കെയും വേണ്ടി ഒരു പരിഹാരം ഉണ്ട്. ജോഷ് സ്കിൽസ് ആപ്പ് ഇന്ത്യയിലെ നമ്പർ 1 സ്പോക്കൺ ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പാണ്. ഇതിലൂടെ നമ്മൾക്ക് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേൾഡ് ക്ലാസ് ആക്കാൻ കഴിയും. ജോഷ് സ്കിൽസ് ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ അവസരം ലഭിക്കും, അതും മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം. ഭയപ്പെടേണ്ട, ഈ കോഴ്സ് നിങ്ങൾക്ക് ഒരു ചാർജും വരില്ല. ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിരിക്കും. ഏതെങ്കിലും വലിയ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാഥമിക നിക്ഷേപം ഉണ്ടാകുന്നതാണ്. കൂടാതെ നമ്മൾ തന്നെ ചെയ്ത നിക്ഷേപം ഒരിക്കലും വെറുതെയാവില്ല. അതും ആരും നമ്മിൽ നിന്ന് കവർ ചെയ്യാനും കഴിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപത്തിലേക്ക് ഒരു കാൽവയ്പ് മുന്നോട്ട് വെക്കാം. നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേൾഡ് ക്ലാസ് ആക്കൂ ജോഷ് സ്കിൽസ് ആപ്പിനൊപ്പം. പിൻ ചെയ്തിരിക്കുന്ന കമന്റിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഇന്നു തന്നെ ആരംഭിക്കൂ.